ഒരാഴ്ച ഇരുപത് மொத்தம் ஒன்றும் இல்லை. ஒரு இல்லை அடைச்சே இருந்ததுதான். அப்போ நேற்று வந்து நாங்கள் மொத்தம் கிளீன் ஆக்கணும். கிளீன் ஆக்கும்போது திருச்சி மழை வந்து மொத்தம் போய் நாங்கள் എന്താ ചെയ്യാൻ முடியும்? ഒന്നും ഞങ്ങൾ എടുക്കാൻ മുടിയില്ലേ. അത് ഇവിടെ ചരിയിൽ കടന്നതിൽ അത് എടുത്ത് ചുമ്മാ വെള്ളത്തിൽ പോട്ടെ. ഒരു ഉടുപ്പില്ലേ. അപ്പോൾ ഞാൻ 4 ദിവസമായി കുളിച്ച് തുണി മാറ്റി എന്താ ചോദിച്ചു. ഇല്ല നിങ്ങൾ നോക്കി പറഞ്ഞു എതും ഇല്ല. താഴെ എല്ലാം നനഞ്ഞ് ഒന്നും ഇല്ല. ഞങ്ങൾ ഒന്നും ചെയ്യുമ്പോൾ 2 കുഞ്ചു മോള് ഇருக்கு. 3 വയസ്സിൽ ഒരു കുഞ്ചി 4 മാസം ഒരു കുഞ്ചി എല്ലാം നനഞ്ഞ് ചേത്തിൽ നിന്ന് അവിടെ പോയി എല്ലാം ക്യാമ്പിൽ പോയി കിടക്കുക. ഞങ്ങൾ എന്താ ചെയ്തു. കളമശ്ശേരി അവിടെ പള്ളിക്ക് തൊട്ടപ്പള്ളിക്ക് പക്കത്ത് സ്കൂളിൽ ഇറക്കും. എന്താ ചെയ്ത എല്ലാമേ പോയി പാറ മൊത്തം ഉള്ള കൂടെ അകത്ത് പോയി നോക്കി പോരെ. എല്ലാം പോയി ഇതെല്ലാം ഉള്ളറിന്റെ എല്ലാം വന്നതാ. ഒന്നും ഇല്ല. நாங்கள் என்ன செய்ய முடியாது. என்ன செய்யுது நாட்டுக்கும் போக முடியல. ஒன்றும் செய்ய முடியல. பைசா வேணும் இல்லை. நாங்கள் 9 பேர் எல்லாம் வெறுதாக தான் போய் இந்த உடுப்பில் இப்போ 4 நாள் கிடக்குறோம். நாங்கள் எச்சியாம்பட்டி பக்கத்தில் பள்ளியில் இருக்கிறோம். கொஞ்சம் பள்ளிக்கு தொட்டால் ஸ்கூலில் விட்டுக்கிறாங்க. எல்லாம் எവിടെ போய் அதுங்க அறியில எதுவும் ஒன்றும் எடுக்கல. விட எல்லாரும் நோக்கி போகிறோம். ஒன்றும் எடுக்கல. நாங்கள் குஞ்சு கொண்டுட்டு போகிறதே பெரிய விஷயம். போட்டில் எங்களை ஆக்கி விட்டு நாள் போட்டில் ஆக்கி அடுத்த நாள் வெள்ளம் இறங்கி நேற்று வந்து கிளீன் ஆக்கி அடுத்த நாள் கிளீன் பண்ணும்போது மறுபடியும் வெள்ளம் ஏறி மறுபடியும் நாங்கள் எல்லாம் ஆட்டை பிடிச்சி சேச்சி ஆடியும். 4 மாதம் குஞ்சு இப்போ 2.5 வயசு ஒரு குஞ்சு ஆண் குஞ்சு. இதுக்கு அறியும் சேச்சிக்கு அறியும். எங்களை அதுதான் பிடிச்சி போய்க்கணும். அது விழிச்சு விட்டு അവിടെ പറഞ്ഞു വിട്ടു. നമുക്ക് ഇവിടെ എന്താ ചേട്ടൻ இருக்கும் மக்கள் இருக்கும் மருமோள் எல்லாம் நாங்கள் போய் மொத்தம் நீங்கள் உள்ள வரைக்கும் நோக்கிங்க. நாங்கள் எந்த சாதனம் எடுத்து வச்சிருக்கிறோம். എതും പറ്റില്ല. തിടീര് തന്നെ വെള്ളം ഇത്തിനി വെള്ളം ഇതോടെ വെള്ളം പോയി ഇതേക്ക് ഒരു വെള്ളം ഇതുവരെയ്ക്ക് വെള്ളം ഇറങ്ങുമ്പോൾ ഞങ്ങൾ എന്താ എടുത്ത് എവിടെ കൊണ്ട് വയ്ക്കുമ്പോഴും ശരി. ഇവിടെ അന്ത ചേച്ചി മുഴുവൻ ഞങ്ങൾ സഹായിച്ചു. ചായ കൊടുത്ത് എല്ലാം കൊടുത്ത് അവിടെ ഇറുക്ക് ഉക്കാര വെച്ച് ബോട്ടിൽ ഏറ്റി വിട്ട്. അവൻ ഇങ്ങനെ இருக்கிற யாரையும் നമ്മളെ നോക്കല. എന്താ ചെയ്ത് ഞാൻ ചളിയിൽ കിടന്നാൽ അത് എടുത്ത് പോട്ടെ വെള്ളത്തിൽ. ശരി കസ്റ്റമറിനെ പോരാ അവിടെ പോകണം. ഒന്ന് മാറി കൊടുക്കാൻ പോലും ഒന്നുമില്ല അവരുടെ കയ്യിൽ. എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഒരു 4 മാസം പ്രായമുള്ള കുഞ്ഞുണ്ട്. ഒരു 2.5 വയസ്സ് ഉള്ളൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇന്നലെ ബോട്ടിൽ നേരെ ക്യാമ്പിലേക്ക് പോവുകയാണ് ചെയ്തിരിക്കുന്നത്. ഇതൊക്കെയാണ് മനുഷ്യരുടെ അവസ്ഥ എന്ന് പറയുന്നത്. ആ കുഞ്ഞിനെയൊക്കെ വളരെ വേഗത്തിൽ അതുകൊണ്ട് ഒന്നും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. മുകളിൽ ഒരു ഒറ്റ നില വീടാണ്. അതുകൊണ്ട് തന്നെ ഒന്നും എടുത്തു വെക്കാൻ കഴിഞ്ഞില്ല. വേറെ എവിടെ എടുത്തു വെക്കാനുള്ള മുകളിലേക്ക് എടുത്തു വെച്ച് കഴിഞ്ഞാൽ അതും മഴ നനഞ്ഞു പോകും. അപ്പോൾ ഉള്ളത് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോവുക എന്നുള്ളതല്ലാതെ, കാരണം ജീവനാണല്ലോ പ്രധാനം കുഞ്ഞുങ്ങളുടെയൊക്കെ. അപ്പോൾ അവരെയും കൊണ്ട് വേഗം അങ്ങ് പോയതല്ലാതെ ഒന്നുമേ ചെയ്യില്ല. എല്ലാം നശിച്ചു പോയിരിക്കുകയാണ്. കണ്ടില്ലേ? ഒന്നുമില്ലാത്ത മനുഷ്യരാണ്. അന്നന്ന് അധ്വാനിച്ച് ജീവിക്കേണ്ടി വരുന്ന ഏറ്റവും പാവപ്പെട്ട മനുഷ്യരാണ്. അവർക്കിനി എങ്ങനെയാണ് ഈ ജീവിതം തുടർന്ന് കരുപിടിപ്പിക്കേണ്ടതെന്ന് അറിയാൻ കഴിയാത്ത അവസ്ഥ. കുഞ്ഞുമക്കളെക്കുറിച്ച് എടുത്തു പറയുന്നു. അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി പറയുന്നു. വീട്ടിലെ എല്ലാ ഉപകരണങ്ങളും വസ്ത്രങ്ങളും മാറിയെടുക്കാൻ പോലും ഇല്ലാത്ത അവസ്ഥയിൽ ദുരിതപ്പെട്ടു പോയ സാഹചര്യം നമ്മളോട് പറയുന്നു.